നമസ്കാരം. തിരുരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ദേശീയപാത വെളിമുക്കിൽ അശാസ്ത്രീയമായി നിർമ്മിച്ച ഫുട്പാത്തിന്റെ അപാകത പരിഹരിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി ഫുട്പാത്തിന്റെ ഭാഗങ്ങൾ പൊളിച്ചു നീക്കൽ തുടങ്ങി. ജില്ലാ കളക്ടറുടെ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി. റോഡരികിൽ നിർമ്മിച്ച ഫുട്പാത്ത് വലിയ ഉയരത്തിലും വീതിയിലുമായത് പൊതുജനങ്ങൾക്ക് ഇതുവഴി നടക്കാൻ പ്രയാസമുള്ളതായി പരാതിയുണ്ടായിരുന്നു. ഉയരക്കൂടുതൽ കാരണം ഫുട്പാത്തിൽ കയറിയിറങ്ങാൻ ബുദ്ധിമുട്ടായിരുന്നു. മുതിർന്നവർക്കും ഭിന്നശേഷിയുള്ളവർക്കുമാണ് വലിയ ദുരിതമായിരുന്നത്. സ്ലോപ്പ് രീതിയിൽ അല്ലാത്തത് കാരണം ഫുട്പാത്തിൽ നിന്ന് ഇറങ്ങി അടുത്ത ഫുട്പാത്തിലേക്ക് കയറാൻ പ്രയാസമായിരുന്നു. ഇത് പരിഹരിക്കാൻ ഉയരം കുറയ്ക്കണമെന്നും ചെരിച്ച് സ്ലോപ്പ് രീതിയിലാക്കണമെന്നുമായിരുന്നു നാട്ടുകാരുടെ ആവശ്യം. കൂടാതെ വ്യാപാര സ്ഥാപനങ്ങളിലേക്കും വീടുകളിലേക്കുമുള്ള വഴിയിൽ സ്ഥാപിച്ച ഫുട്പാത്തുകൾ തമ്മിൽ 3 മീറ്റർ മാത്രമായിരുന്നു അകലം. ഇത് വാഹനങ്ങൾ സുഗമമായി കയറാൻ പ്രയാസമുള്ളതായി നാട്ടുകാരും ജനപ്രതിനിധികളും ചൂണ്ടിക്കാട്ടിയിരുന്നു. ഒട്ടേറെ തവണ ദേശീയപാത അധികൃതരെയും കരാറുകാരെയും ജനപ്രതിനിധികളെയും സമീപിച്ചിരുന്നെങ്കിലും പരിഹാരം കണ്ടിരുന്നില്ല. തുടർന്ന് മൂന്നിയൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി ടി.വി. ഇബ്രാഹിം എം.എൽ.എയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു. എം.എൽ.എയുടെ ആവശ്യപ്രകാരം ജില്ലാ കളക്ടർ വിനയ് ഗോയൽ കഴിഞ്ഞ ദിവസം സ്ഥലം സന്ദർശിച്ചു. കളക്ടർ നടത്തിയ പരിശോധനയിൽ നാട്ടുകാരുടെ പരാതി ബോധ്യപ്പെടുകയും പരിഹാരം കാണാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കരാറുകാരുടെ നേതൃത്വത്തിൽ ഫുട്പാത്തിന്റെ ഭാഗങ്ങൾ പൊളിച്ചു നീക്കൽ ആരംഭിച്ചത്. ആളുകൾക്ക് സുഗമമായി കയറിയിറങ്ങുന്ന രൂപത്തിൽ ഫുട്പാത്ത് പുനർനിർമ്മിക്കും. കൂടാതെ വാഹനങ്ങൾക്ക് സുഗമമായി കയറാവുന്ന തരത്തിൽ 2 ഫുട്പാത്തുകൾ തമ്മിൽ അകലം 4 മീറ്റർ ഉണ്ടാക്കുകയും ചെയ്യും. ഫുട്പാത്തുകൾ ഉയരം കുറച്ച് സ്റ്റാൻഡേർഡ് ഉയരത്തിൽ ആക്കണമെന്നും ദേശീയപാതയുടെ അതിരിൽ വീതി കുറച്ച് ഫുട്പാത്ത് നിർമ്മിക്കണമെന്നും ഇത് വാഹനങ്ങൾക്കും വഴിയാത്രക്കാർക്കും സൌകര്യമാക്കുമെന്നും മുസ്ലിം ലീഗ് നേതാവ് യു ഷംസുദ്ദീൻ പറഞ്ഞു. എടിമൂഴിക്കൽ മുതൽ തലപ്പാറ വരെയുള്ള ഭാഗത്ത് ഫുട്പാത്തിന്റെ അപാകത പരിഹരിക്കാനാണ് നിർദ്ദേശം. ടി.വി. ഇബ്രാഹിം നമ്മുടെ കളക്ടറേറ്റ് സംസാരിച്ച് കളക്ടർ ഈ കഴിഞ്ഞ ഈ ദിവസം 17-ാം തീയതി വന്ന് ജനങ്ങളെയും അതുപോലെ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരെ അതുപോലെ തന്നെ ജനപ്രതിനിധികളൊക്കെ നേരിട്ട് കേട്ട് ഈ ഉദ്യോഗസ്ഥന്മാരെ മുന്നിൽ KNRCകളുടെ മുന്നിൽ ഇതിന്റെ ആവശ്യകത നേരിട്ട് മനസ്സിലാക്കുകയും അതുകൊണ്ട് അടിയന്തരമായിട്ട് ഒരാഴ്ചക്കകം ഇവിടെ ഈ പണി ആരംഭിക്കാൻ വേണ്ട നിർദ്ദേശം എന്താണോ അത് ഈ തീരുമാനത്തിൽ എത്തണം എന്നാണ് കളക്ടർ ഇന്നലെ കൊടുത്ത നിർദ്ദേശം. പ്രയാസം അനുഭവിക്കുന്ന ഫുട്പാത്ത് എന്നുള്ള രീതിയിൽ ഒരു വലിയ പ്രയാസം ഒരു മനുഷ്യന് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ ഓരോ 2 മീറ്ററിലും 3 മീറ്ററിലും കഷ്ണങ്ങളായിട്ട് ഈ എല്ലായിടത്തും ഒരു ഇന്റർനാഷണൽ ലെവലിൽ തന്നെ 12 സെന്റിമീറ്ററും 15 സെന്റിമീറ്റർ വരെ ഫുട്പാത്തിന്റെ ഹൈറ്റ്. ഇവിടെ അത് 30 സെന്റിമീറ്റർ 40 സെന്റിമീറ്റർ വരെ ഹൈറ്റില് വലിയ ഫുട്പാത്ത്. നാഷണൽ ഹൈവേന്റെ ഓരത്തുള്ള സ്ഥലങ്ങൾ മുഴുവൻ ഫുട്പാത്തായിട്ട് ചിലടത്ത് 3 മീറ്റർ, ചിലർക്ക് 2 മീറ്റർ, ചിലർക്ക് 1 മീറ്റർ, ചിലർക്ക് 1/2 മീറ്റർ ആക്കിയിട്ട് നാഷണൽ ഹൈവേ ഓരത്ത് ഒരു വണ്ടി നിർത്താനോ അല്ലെങ്കിൽ ആളുകൾക്ക് പോകാനോ ആ അധികമുള്ള സ്ഥലം ഉപയോഗത്തിന് പകരം അത് ഫുട്പാത്ത് ആക്കിയിട്ട് അതും വലിയ തറയായിട്ട് 40 സെന്റിമീറ്ററോളം ഹൈറ്റില് 30 to 40 സെന്റിമീറ്ററോളം ഹൈറ്റിലുള്ള വലിയ തറകളായിട്ട് രൂപപ്പെടുത്തിയിരുന്നു. അത് മാത്രമല്ല ഓരോ വാണിജ്യ സ്ഥാപനങ്ങളിലേക്ക് പോകാൻ 3 മീറ്റർ യാതൊരു ഓപ്പണിങ്ങും ഇല്ലാത്ത രീതി വെറും കറക്റ്റ് ആയിട്ടുള്ള 3 മീറ്ററുള്ള ദുരിതം അതൊക്കെ നേരിട്ട് കളക്ടർ കാണുകയും കളക്ടർ 4 മീറ്റർ എല്ലാ വാണിജ്യ സ്ഥാപനങ്ങളുടെ മുന്നിൽ ഓപ്പണിംഗ് വേണം എന്ന് അവരോട് നിർദ്ദേശിച്ചിട്ടുണ്ട് KNRCക്കാരോട്. അതിന്റെ ഭാഗമായി അതുപോലെ തന്നെ ആളുകൾക്ക് ഇറങ്ങാനോ എന്നുള്ള രീതിയിൽ ചാമ്പർ ഇല്ലാത്ത രീതിയിൽ അശാസ്ത്രീയമായി സ്ഥാപിച്ച ഇത് പുനഃസ്ഥാപിക്കണം എന്നതിന്റെ ഭാഗമായിട്ട് ഇന്നലെ മുതൽ തന്നെ മിനിഞ്ഞാന്നാണ് കളക്ടർ വന്നത്. ഇന്നലെ രാവിലെ മുതൽ തന്നെ അത് പൊളിച്ചു മാറ്റുന്ന രീതിയിലുള്ള പണികളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും കളക്ടർ നമ്മുടെ പ്രിയപ്പെട്ട എം.എൽ.എ ടി.വി. ഇബ്രാഹിമിന്റെ നേതൃത്വത്തിൽ വന്ന് കളക്ടർ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസമാണ്. 2 വർഷത്തോളായിട്ട് ജനങ്ങൾ നിരന്തരം ആവശ്യപ്പെടുന്ന പല ആവശ്യങ്ങളും ഇവിടെ ഈ പഠിക്കല് ഈ അണ്ടർപാസ് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നത് അത് കാണിക്കാൻ കഴിഞ്ഞു. മേലേച്ചളാരിയില് ഏറ്റവും കൂടുതൽ ട്രാഫിക് ഈ മേഖലയിലുള്ള ആളുകൾ അനുഭവിക്കുന്ന നിലവിലുള്ള ഒരു പ്രശ്നമാണ് മേലേച്ചളാരി. അവിടുത്തെ കാര്യങ്ങൾ കളക്ടറെ ബോധ്യപ്പെടുത്താനൊക്കെ ഞാനത്തെ സന്ദർശനത്തോട് സാധിച്ചിട്ടുണ്ട്. ഏതായാലും പ്രിയപ്പെട്ട എം.എൽ.എക്കും അതുപോലെ തന്നെ കളക്ടറും എല്ലാവിധ അഭിവാദ്യങ്ങളും നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുക കൂടി ചെയ്യണം. ടി.വി. ഇബ്രാഹിം എം.എൽ.എ, മൂന്നിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ പത്തൂർ, വൈസ് പ്രസിഡന്റ് എ.കെ. നസീബ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം.എ. അസീസ്, കെ. മൊയ്തീൻകുട്ടി, ജില്ലാ പഞ്ചായത്ത് അംഗം ഹനീഫ മൂന്നിയൂർ എന്നിവരും ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും കളക്ടർക്കൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക്, തിരൂരങ്ങാടി ടുഡേ. നിങ്ങൾ ഇനിയും ലൈസൻസ് എടുക്കാത്തതെന്ത്? വാഹനം ഓടിക്കാൻ ലൈസൻസ് ഇല്ലാത്തതിനാൽ ഇപ്പോഴും ബസ്സുകളെ ആശ്രയിച്ച് യാത്ര ചെയ്യുകയാണോ? ഹെവി വാഹനങ്ങൾ ഓടിക്കാൻ ഹെവി ലൈസൻസ് ഇല്ലെങ്കിൽ മികച്ച തൊഴിലവസരങ്ങൾ നഷ്ടമാകാം. ഇപ്പോൾ തന്നെ
അവസരം പ്രയോജനപ്പെടുത്തൂ. വെറും 60 ദിവസത്തിനുള്ളിൽ മിതമായ നിരക്കിൽ ഹെവി ലൈസൻസ് നേടാം. ബൈക്ക്, കാറ്, ഹെവി വാഹനങ്ങൾ എന്നിവയ്ക്ക് പരിചയസമ്പന്നരായ പരിശീലകരുടെ നേതൃത്വത്തിൽ മികച്ച പരിശീലനം ലഭ്യമാണ്. സ്ത്രീകൾക്കായി പ്രത്യേക വനിതാ പരിശീലകരുടെ നേതൃത്വത്തിൽ സുരക്ഷിതവും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതുമായ പരിശീലന സൗകര്യവും ഒരുക്കിയിരിക്കുന്നു. മിതമായ നിരക്കിൽ മികച്ച ഡ്രൈവറാകാൻ ഇന്നുതന്നെ ചേരൂ മിൻഷ ഡ്രൈവിംഗ് സ്കൂളിൽ. കുന്നുംപുറം, അച്ചനമ്പലം, കരുവാങ്കല്ല്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ